യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാത്സിൻ്റെ മോഡൽ എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യാൻ വേണം. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ 11 പേജസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു. എന്തുകൊണ്ടും നമ്മുടെ ക്രിസ്മസ് എക്സാം വെച്ച് നോക്കുമ്പോഴത്തേനും ഫാർ ബെറ്റർ ആയിരുന്നു. ഒത്തിരി എളുപ്പമല്ലായിരുന്നു, ഒത്തിരി പാടുമല്ല, രണ്ടിൻ്റെ നടുക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഒരുവിധം ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് എല്ലാം അറിയാവുന്നവർക്കാണ് ഒരുവിധം സമയം എടുക്കും. ഞാൻ 4 ചാപ്റ്ററോളം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീനിയർ പ്രോഗ്രാമിങ്, പ്രോബബിലിറ്റി, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ് ഒക്കെ ഒരുവിധം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്നത്. അതിൽ നമ്മൾ 6 ആൻസർ ചെയ്യണം. ഫസ്റ്റ് പാർട്ട് തന്നെ എനിക്ക് ഒരുവിധം ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യം തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, പിന്നെ ഉണ്ടായിരുന്നത് മെട്രിക്സ്, പിന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ലിമിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഡെറിവേറ്റീവ് ആയിരുന്നു, അത് ഞാൻ ചെയ്തിട്ടില്ല. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 6 എണ്ണത്തിനായിരുന്നു ആൻസർ ചെയ്യേണ്ടത്. ഏതാണ്ട് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 8 ക്വസ്റ്റ്യൻ 6 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണമായിരുന്നു. ഞാൻ ഏതാണ്ട് 5 എണ്ണം ആൻസർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും നമ്മൾ 6 എണ്ണമായിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ നിന്നും ഞാൻ ആദ്യം ഓർത്തായിരുന്നു ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്നൊക്കെ ഒത്തിരി വെയിറ്റേജിന് മാർക്ക് വരുമായിരുന്നു. പക്ഷേ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്നൊക്കെ ഒരുവിധം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെട്രിക്സ് എന്ന് പറയാനായിട്ടുള്ളതും നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ട മൂക്ക് ഇങ്ങനെ കറങ്ങി വന്ന് പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ. സ്റ്റാൻഡേർഡ് ആക്കിയതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ക്രിസ്മസ് എക്സാമിനേക്കാളും ഭയങ്കര ബെറ്ററാണ്. കുറച്ചൊക്കെ എഴുതാൻ പറ്റി. ഞാൻ അതാണ്ട് പക്ഷേ എനിക്കൊരു എക്സാം തീരുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും ആൻസർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 6 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടായിരുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, മെട്രിക്സ്, ഡെറിവേറ്റീവ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്നുള്ളതാണ്. അതിന് എന്നെ ആൻസർ കിട്ടിയതെന്ന് പറയണം. ഞാൻ ഒരുവിധം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെക്റ്റർ, പിന്നെ 3 ഡൈമെൻഷൻ, പ്രോബബിലിറ്റി എന്നൊക്കെയായിരുന്നു. പിന്നെ ഏതായിരുന്നു? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഉണ്ടായിരുന്നു. ഞാൻ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറന്നുപോയി. പിന്നെ കുറേ നേരം ഓർത്തെടുത്തിട്ടാണ് കിട്ടിയത്. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇന്നലെ എനിക്ക് ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെയായിരുന്നു പരീക്ഷ. ഇപ്പം 2-3 ദിവസമായിട്ട്, കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് +1-ൻ്റെ മോഡൽ എക്സാം ഒക്കെ ആയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എക്സാം ആണെന്ന് പോലും തോന്നില്ല. ഐ ഡോണ്ട് നോ വൈ. അത് കഴിഞ്ഞിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 6 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. ദൈവം സഹായിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരെണ്ണം മാത്രമേ അറിയത്തുള്ളായിരുന്നു. മെട്രിക്സിൽ നിന്നുള്ള ഈ ക്വസ്റ്റ്യൻ, മറ്റേ ലീനിയർ ഇക്വേഷൻ തന്നിട്ട് ചെയ്യാനായിട്ടുള്ളത് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. പിന്നെ വന്നിരുന്നത് കണ്ടിന്യൂറ്റിന്നും ഇൻ്റഗ്രൽസിൽ നിന്നും ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്നും ഒക്കെയാണ്. പക്ഷേ ഞാൻ ലീനിയർ പ്രോഗ്രാമിംഗ് പഠിച്ചവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞേക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു എന്നായിരുന്നു. അത് പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പഠിച്ചില്ല. എനിക്ക് മടിയായിരുന്നു. അതുകൊണ്ടാണ്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായാലും നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും. ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ട് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ 4 ഓപ്ഷൻ വന്നിട്ട് അതിൽ നിന്ന് തന്നെ ഓരോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പേപ്പർ 11 പേജൊക്കെ കാണുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ എന്തോ ഒരു ഇല്ലാത്ത കാര്യത്തിന് വരെ ഇരുന്ന് ടെൻഷൻ അടിക്കും. എനിക്കറിയാം ഇപ്പോഴത്തെ സൈഡ് മലയാളമാണ്, എന്നാലും ചുമ്മാ ഒന്ന് ടെൻഷൻ അടിക്കണമല്ലോ. അപ്പോഴത്തേനും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സാമാണ്. പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടി മാർക്ക് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോഴത്തേനും അതിൻ്റെ ഇടയിലൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ ഫസ്റ്റ് ടൈം ഒക്കെ ഒരുവിധം പിടുത്തം ഉണ്ടായിരുന്നു, അറിയാമായിരുന്നേ. പക്ഷേ സെക്കൻഡ് ടൈമിലോട്ട് വന്നപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉഴപ്പി. അപ്പോഴത്തേനും ചാപ്റ്റേഴ്സൊക്കെ മിക്കതും അതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇൻ്റഗ്രൽസ് എനിക്കൊന്നും അറിയത്തില്ല. ഇൻ്റഗ്രൽസ് എനിക്ക് തുടങ്ങാം, ഒരു വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.